QTV മലയാളം എന്ന നമ്മുടെ ചാനൽ പുതിയൊരു സെഗ്മെന്റ് ഇവിടെ തുടങ്ങുകയാണ്. മൂവി ഹബ് എന്ന ഈ സെഗ്മെന്റിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള വിവിധ ഓണറുകളിലെ മികച്ച സിനിമകൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ സിനിമകൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവ വീണ്ടും കാണാൻ ഈ വീഡിയോസ് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. ഞങ്ങൾ കണ്ടിട്ടുള്ളതിൽ മികച്ചത് എന്ന് കരുതുന്ന 3 ഹൊറർ സിനിമകൾ ഈ വീഡിയോയിൽ നോക്കാം. ലിസ്റ്റിൽ ഒന്നാമത്തേത് അലക്സാണ്ടർ അജയുടെ സംവിധാനത്തിൽ 2008 പുറത്തിറങ്ങിയ ഹോളിവുഡ് ഹൊറർ സിനിമയായ മിറേഴ്സ് ആണ്. സൂപ്പർ നാച്ചുറൽ ഹൊറർ വിഭാഗത്തിൽ വരുന്ന ഈ സിനിമയുടെ IMDb റേറ്റിംഗ് 6.1 ആണ്. പ്രോട്ടഗോണിസ്റ്റായ ബെൻ കാൾസൺ എന്ന കഥാപാത്രം തന്റെ സഹപ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്റെ പോലീസ് ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെടുന്നു. അതിനെ തുടർന്ന് അയാൾ ഒരു പഴയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ സെക്യൂരിറ്റി ജോലിക്ക് പ്രവേശിക്കുന്ന ഇടത്താണ് സിനിമ ആരംഭിക്കുന്നത്. അവിടുത്തെ പഴയ കണ്ണാടികളിൽ അയാൾ ചില വിചിത്ര രൂപങ്ങൾ കാണാൻ ആരംഭിക്കുകയും അധികം താമസിക്കാതെ ഏറെ ദുരൂഹമായി അയാളുടെ സഹോദരി മരണപ്പെടുകയും ചെയ്യുന്നതോടെ കണ്ണാടിയിലെ രൂപങ്ങൾ തന്റെയും തന്റെ കുടുംബത്തിന്റെയും പിന്നാലെയുണ്ട് എന്നയാൾ തിരിച്ചറിയുന്നു. എന്താണ് ശരിക്കും ആ കണ്ണാടികൾക്കുള്ളിൽ ഉള്ളത്, അതിൽ നിന്നും ബെന്നിന് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് ശേഷം സിനിമ പറയുന്നത്. മിറേഴ്സ് ഒരു 18+ സിനിമയാണ്. ബെന്നിന്റെ സഹോദരിയുടെ മരണമൊക്കെ അത്യാവശ്യം ബ്രൂട്ടലാണ്. അത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ സർവൈവൽ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കേണ്ട സിനിമയാണ് മിറേഴ്സ്. രണ്ടാമത്തെ ചിത്രം ജോർഡൻ പീൽ സംവിധാനം ചെയ്ത് ലുപിറ്റ ന്യോങ്കോ, വിൻസ്റ്റൺ ഡ്യൂക്ക് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് 2019 പുറത്തിറങ്ങിയ അസ് എന്ന സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ്. അച്ഛനും അമ്മയും 2 കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം ഒരു വേനലവധിക്കാലം ആഘോഷിക്കാൻ പുറപ്പെടുന്നു. അവിടെ വെച്ച് കാഴ്ചയിൽ തങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരു കുടുംബം അവരെ ആക്രമിക്കുന്നു. അതോടെ വളരെ സാധാരണമായ ഒരു കുടുംബജീവിതത്തിൽ നിന്ന് അപ്രതീക്ഷിതമായി ഭീതിയുടെ മറ്റൊരു ലോകത്തേക്ക് അവർ എടുത്തെറിയപ്പെടുന്നു. ജോർഡൻ പീലിന്റെ മറ്റു സിനിമകൾ എന്ന പോലെ ഈ സിനിമയും ശക്തമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും കാണുമ്പോൾ തീർച്ചയായും നമുക്ക് പുതിയ പുതിയ അർത്ഥങ്ങളും കാഴ്ചപ്പാടുകളും തരുന്ന സിനിമ കൂടിയാണ് ഇത്. ഒരു സാധാരണ ഹൊറർ ചിത്രം പോലെ ഭയപ്പെടുത്തുന്ന രംഗങ്ങളിലൂടെയല്ല, മറിച്ച് പ്രേക്ഷകരിൽ ഒരുതരം അസ്വസ്ഥതയും ആകാംക്ഷയും സൃഷ്ടിച്ചുകൊണ്ടാണ് ഇതിന്റെ കഥ മുന്നോട്ടു പോകുന്നത്. കേന്ദ്ര കഥാപാത്രങ്ങളുടെ ശക്തമായ പ്രകടനങ്ങൾ കൊണ്ടുകൂടി ഈ സിനിമ നിങ്ങൾക്ക് തരുന്നത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കാണുക. Now, I thought I already done told y'all to get off my property, okay? So if y'all want to get crazy, we can get crazy. Now, the cops are already on their way. Hey, 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 hey! ലിസ്റ്റിലെ അവസാന ചിത്രം 2019 അരി അരിസ്റ്റർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മിഡ്സോമർ എന്ന ഫോക്ക് ഹൊറർ ചിത്രമാണ്. എസ്തെറ്റിക്കലി വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം പശ്ചാത്തലമാക്കിക്കൊണ്ട് പകൽ വെളിച്ചത്തിൽ കാഴ്ചക്കാരെ ഭയത്തിന്റെ പുതിയ തലങ്ങൾ കാണിച്ചു തരുന്ന ഏറെ വേറിട്ട ഒരു ചിത്രമാണ് മിഡ്സോമർ. ഒരു കൂട്ടം അമേരിക്കൻ വിദ്യാർത്ഥികൾ ഒരു സ്വീഡിഷ് ഗോത്രത്തിന്റെ മിഡ് സമ്മർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായി ക്ഷണിക്കപ്പെടുന്നു. അടുത്തിടെ ഫാമിലിയിലുണ്ടായ ഒരു മരണത്തിന്റെ വേദനയും ടോക്സിക്കായ ഒരു പ്രണയബന്ധത്തിന്റെ പിരിമുറുക്കങ്ങളും വേട്ടയാടുന്ന ഡാനി എന്ന കഥാപാത്രത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവർ ചെന്നുപെട്ടിരിക്കുന്ന ഗോത്രത്തിന്റെ ആചാരങ്ങളും അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഭയാനകമായ സംഭവങ്ങളുമാണ് സിനിമ പറയുന്നത്. സാധാരണ ഹൊറർ സിനിമകളെ പോലെ ഇരുട്ടിനെയോ ജംപ്സ്കെയേഴ്സിനെയോ ഫാസ്റ്റ് കട്ടുകളോ ചെവി തുളയ്ക്കുന്ന ശബ്ദങ്ങളോ ഉപയോഗിച്ചല്ല മിഡ്സോമർ നിങ്ങളെ ഭയപ്പെടുത്തുക. മ്യൂസിക്കിന്റെയും വിഷ്വൽസിന്റെയും വളരെ പെർഫെക്റ്റായ ഒരു ബ്ലെൻഡിനൊപ്പം കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകൾ കൂടി ചേരുമ്പോൾ ഈ സിനിമ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തും. ഒന്നിലധികം തവണ റീവാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രം കൂടെയാണ് ഇത്. നിങ്ങൾ ഹൊറർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്തുകൂടാത്ത ഒരു അനുഭവമാണ് മിഡ്സോമർ.
നിങ്ങൾ ഈ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്പോയിലേഴ്സ് ഇല്ലാതെ കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. മറ്റൊരു വീഡിയോയിൽ ഇത്തരത്തിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട മറ്റു ചില സിനിമകൾ പരിചയപ്പെടാം.